ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുത്ത് മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ബാലൻ. ചിത്രത്തിൽ ആദിശേഷൻ, ഫർസാന പാലത്തിങ്കൽ, മുഹമ്മദ് സിനാൻ, ടോവിനോ തോമസ്, ചന്തു സലിംകുമാർ, ഗണപതി, ഗിരീഷ് ഷേഡി, ജീൻ പോൾ ലാൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 1,60,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 50 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 2,10,00,000 രൂപയാണ് ബാലൻ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ ദിവസം 3-3.5 കോടി റേഞ്ചിലാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്നും മികച്ച ബുക്കിംഗാണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 4,000, 5,000, 6,000 ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടുന്ന മറ്റൊരു മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. വർഷ വാസുദേവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, അപർണ ബാലമുരളി, മധുബാല, കാളി വെങ്കട്ട്, വിഷ്ണു അഗസ്ത്യ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ദുർഗന്റെ വേഫെയർ ഫിലിംസ് ആയിരുന്നു. എന്നാൽ വേണ്ടത്ര സ്ക്രീൻ കൗണ്ട് ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടില്ല. ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 19 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തത് 1,80,000 രൂപയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷനായി സിനിമ നേടിയെടുത്തത് 21,40,000 രൂപയാണ്. വിദേശത്ത് നിന്ന് ആദ്യ ദിവസം $1,760, അതായത് 1,66,000 രൂപയാണ് കളക്ട് ചെയ്തത്. നിലവിൽ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി ചിന്ന ചിന്ന ആസൈ നേടിയെടുത്തിരിക്കുന്നത് 23 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ ഇന്നലെ വെള്ളിയാഴ്ച അപേക്ഷിച്ച് ഈ സിനിമയ്ക്കും കേരളത്തിൽ ബുക്കിംഗ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ജൂൺ 19 തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ മലയാള സിനിമയാണ് സത്യത്തിൽ സംഭവിച്ചത്. പ്രശാന്ത് മോഹൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ജോജി ജോൺ, കോട്ടയം രമേശ്, ശ്രീകാന്ത് മുരളി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,30,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ജൂൺ 18 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സീക്രട്ട് ഓഫ് കലിംഗ. സനീഷ് ഉണ്ണികൃഷ്ണൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, റിയാസ് ഖാൻ, മാളവിക മേനോൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ 11 ലക്ഷം രൂപയും രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 8 ലക്ഷം രൂപയുമാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 19 ലക്ഷം രൂപയാണ്. ഇന്നലെ ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായത്തിനടുത്ത് വളരെ മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ഹോമി അഡജാനിയെ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, കൃതി സനോൻ, രശ്മിക മന്ദാന എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 7 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ 1,50,00,000, തെലങ്കാനയിൽ 77 ലക്ഷം, ആന്ധ്രാപ്രദേശിൽ 7 ലക്ഷം, തമിഴ്നാട്ടിൽ 21 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് 16,69,00,000 രൂപയാണ്. വിദേശത്തും മികച്ച ട്രെൻഡിങ്ങാണ് സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. $7,67,000 ആദ്യ ദിവസം നേടിയത്, അതായത് 7,24,00,000 രൂപ. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗായി നേടിയെടുത്തിരിക്കുന്നത് 23,93,00,000 രൂപയാണ്. രണ്ടാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് മൈ ഷോ വഴി മണിക്കൂറിൽ 17,000, 18,000 ടിക്കറ്റുകൾ വരെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. ബി നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാമന്ത, ഗുൽഷൻ ദേവയ്യ, ദിഗന്ത് മഞ്ചാലെ, ഗൗതമി, ശ്രീമുഖി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഇന്നലെ ചിത്രത്തിന്റെ തെലുങ്ക്, തമിഴ് പതിപ്പുകൾ മൊത്തത്തിൽ കേരളത്തിൽ കളക്ട് ചെയ്തത് 3,35,000 രൂപയായിരുന്നു. തെലങ്കാനയിൽ 2,92,00,000, ആന്ധ്രയിൽ 1,78,00,000, കർണാടകയിൽ 89 ലക്ഷം, തമിഴ്നാട്ടിൽ 20 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ 8 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഓപ്പണിംഗായി ഇന്നലെ നേടിയെടുത്തത് 5,87,00,000 രൂപയാണ്. ഈ സിനിമയ്ക്ക് വിദേശത്തും മികച്ച സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. $7,12,000 ആദ്യ ദിവസം നേടിയത്, അതായത് 6,71,00,000 രൂപ. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 12,57,00,000 രൂപയാണ്. നിലവിൽ ഈ സിനിമയ്ക്ക് വേണ്ടി മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി 14,000, 15,000 ടിക്കറ്റുകൾ വരെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് 100 സ്വാമി. വിജയ് ആന്റണി നിർമ്മിച്ച് ശശി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിജയ് ആന്റണി, സ്വസിക വിജയ്, അജയ് ദിഷൻ, ലിജിമോൾ ജോസ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 2,07,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ ഓപ്പണിംഗായി 1,15,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 7 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1,25,00,000 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.